നമുക്കൊരു ട്രിപ്പ് പോയാലോ? ആക്ച്വലി ഇതൊരു ട്രിപ്പല്ല കേട്ടോ. നാഗർകോയിലുള്ളൊരു കോളേജിൽ അഡ്മിഷൻ പ്രൊസീജിയർ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞാനും ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും വൈഫും ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്കൊരു മൂവിയൊക്കെ കണ്ടായിരുന്നു. മോർണിംഗ് ആയപ്പോഴേക്കും ഞങ്ങൾ കോളേജിലെത്തി. കോളേജിൽ ചെന്നപ്പോൾ വർക്കിംഗ് ഡേ അല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ ആ കോളേജൊക്കെ ഒന്ന് നടന്ന് കണ്ടു. കോളേജിലെ സ്റ്റാഫിനെ കാണാനായിട്ട് കുറച്ച് അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നായിരുന്നു. ആ ടൈമിലൊക്കെ കോളേജ് നന്നായി എൻജോയ് ചെയ്തു. നല്ല കാറ്റുണ്ടായിരുന്നു. വന്ന കാര്യം കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിനടുത്ത് തന്നെയുള്ളൊരു ബീച്ചിൽ പോയായിരുന്നു. മാഷാല്ലാ, ബീച്ച് അടിപൊളിയായിരുന്നു. നല്ല വൈബായിരുന്നു. കാറ്റും തണുപ്പും. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. ദെൻ ഞങ്ങളൊരു കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ചിട്ട് പയ്യെ അവിടെ നിന്ന് കന്യാകുമാരിയിലേക്ക് പോയി. കന്യാകുമാരിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെയാണെങ്കിൽ നല്ല ക്രൗഡ്. അൺഫോർച്ചുനേറ്റ്ലി ആ ബ്രിഡ്ജിലേക്കുള്ള എൻട്രൻസ് ഞങ്ങൾക്ക് കിട്ടിയില്ല. ആ നിരാശയിൽ ഒരു പാട്ടൊക്കെ ഇട്ട് വ്യൂ ഒക്കെ കണ്ട് ഞങ്ങളങ്ങനെ പോയി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനും പിടിച്ചു. അതാണ് സമുദ്ര പാർക്ക്. ഇത് അത്യാവശ്യം നല്ല വൈബുള്ളൊരു ഏരിയ ആയിരുന്നു കേട്ടോ. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. അത്യാവശ്യം നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു സന്ധ്യാസമയമായതുകൊണ്ട് തന്നെ ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തായിരുന്നു. ഈ ബീച്ചിനടുത്ത് തന്നെ ഒരു സ്മോൾ ബീച്ച് ഡേറ്റിന് പറ്റിയൊരു ലൊക്കേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിനുള്ള സ്കോപ്പൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അത് വേണ്ടെന്ന് വെച്ചു. രണ്ടാളും ഒരു ടീയൊക്കെ പറഞ്ഞ് കുറച്ച് നേരം എൻജോയ് ചെയ്തായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ വർക്കല ബീച്ചിലേക്ക് പോയി. മാരേജ് കഴിഞ്ഞ് ഒരു തവണ ഞാൻ ഇക്കാടെ കൂടെ വർക്കലയിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ് വരുന്നത്. വർക്കല ബീച്ചും വൈബൊക്കെ കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്തായിരുന്നു. ദെൻ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ച ഉടനെ നേരെ വീട്ടിലോട്ടും പോയി. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ടാറ്റ ബൈ ബൈ.